ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് ഫ്ലിക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന മൂവി കളം കാവൽ എന്ന് പറഞ്ഞ മലയാളം മൂവിയാണ് ഗൈസ്. ഞാൻ അധികം സിനിമയൊന്നും അങ്ങനെ കാണാറില്ല ഗൈസ്, പക്ഷേ ഞാൻ വല്ലപ്പോഴും വളരെ സെലക്റ്റീവ് ആൻഡ് ചൂസ് ചെയ്യാണ് ഞാൻ. അപ്പം ഇന്ന് ഈ മാസം എനിക്ക് തോന്നുന്നു ഞാൻ ഒരു മെയിൻലി വെയിറ്റ് ചെയ്തിരുന്ന വൺ ഓഫ് ദി മൂവി ഇതാണ്, കളം കാവലാണ്. പിന്നെ ഇനി ദുരന്താർ കാണാൻ പോകണം. ഈ രണ്ടുമാണ് ഞാൻ മെയിൻലി പ്ലാൻ ചെയ്ത് വെച്ചത്. സോ അതിൽ ആദ്യത്തെ മൂവിയായിരുന്നു കളങ്കാവൽ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പോയി കണ്ടു. ഡിറക്ഷൻ ജിതിൻ കെ ജോസ് ആണ് ഗൈസ്. പുള്ളിയുടെ എനിക്ക് തോന്നുന്നു ഡെബ്യൂ മൂവിയാണെന്ന് തോന്നുന്നു. ആൻഡ് പിന്നെ റൈറ്റിങ്ങിലും കോ റൈറ്റർ പുള്ളി തന്നെയാണ്. കാസ്റ്റ് നമ്മൾ പറയാൻ വേറൊന്നും ഇല്ല ഗൈസ്. ഈ ബാക്കി കാണുന്ന ഈ രണ്ടുപേരും തന്നെയാണ് ഈ മൂവി പൊളിച്ചടുക്കി റെഡിയാക്കിയിട്ടുണ്ട്. ആസ് ഇൻ മമ്മൂക്ക ഈ ഒരു ഷെയ്ഡിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. ലൈക്ക് ആസ് ഇൻ ദിസ് വാസ് ദ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ഷെയ്ഡിൽ പുള്ളിയെ കാണുന്നതും. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ലൈക്ക് നമ്മളെല്ലാവരും പുള്ളിയെ ഈ ഒരു ഷെയ്ഡിൽ കാണാൻ പോകുന്നത് ഈ ഒരു പടത്തിൽ കൂടെയാണ്. കുറച്ചൊരു ഫ്ലേർട്ടി ആൻഡ് ഓൾ ദാറ്റ് ആ ഒരു ഭാവങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല പുള്ളിയുടെ. ലൈക്ക് പുള്ളി ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എപ്പോഴും അത് അങ്ങനത്തെ ഒരു സംഭവങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഫീലിംഗ്. അപ്പം ഇതങ്ങനെ കാണുമ്പം ദിസ് ഈസ് ലൈക്ക് ഒരു വെരി ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ ആണ് പുള്ളിയിൽ നിന്ന്. ബിക്കോസ് ബ്രഹ്മയുഗം മുതൽ ആ ഒരു നെഗറ്റീവ് ഷെയ്ഡിന്റെ ഒരു ലൈക്ക് ഹി ഈസ് മേക്കിംഗ് ഇറ്റ് ലുക്ക് ലൈക്ക് എ ചൈൽഡ്സ് പ്ലേ. മനസ്സിലായില്ലേ? ഈ നെഗറ്റീവ് ഷെയ്ഡ് പുള്ളി ഇത്രയും നാൾ ആരും ചെയ്യിപ്പിക്കാത്ത എന്തുണ്ടായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ പുള്ളി ഇത് എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളതാണ് എൻ്റെ വിഷമം. ലൈക്ക് ഹി കുഡ് ഹാവ് ഡൺ ലൈക്ക് ഹോൾ ലോഡ് ഓഫ് വേറെ റേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് ഇത്രയും വർഷത്തിനിടയ്ക്ക്. ബിക്കോസ് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ആൾക്കാർ പുള്ളിയുടെ ഈ ഒരു സൈഡ്, ഈ ഒരു പൊട്ടൻഷ്യൽ യൂട്ടിലൈസ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ പടത്തിൽ ബ്രഹ്മയുഗം ഇറ്റ് വാസ് വേറെ ലെവൽ പെർഫോമൻസ് ആണെങ്കിൽ അത് കുറച്ചുകൂടെ ഇത്തിരി ലൗഡ് പെർഫോമൻസ് ആണ് ബ്രഹ്മയുഗത്തിൽ. ദിസ് ഈസ് ലൈക്ക് വെരി സബ്റ്റിലാണ് പുള്ളി, ഭയങ്കര സബ്റ്റിലായിട്ട്. ഇതിൽ അങ്ങനെ വലിയ ബഹളവും മട്ടാസവും ഒന്നുമില്ല. ഹീ ഈസ് ലൈക്ക് ബീങ് വെരി സബ്റ്റിലായിട്ട് ഭയങ്കര ഒരു ക്വയറ്റ് സംഭവമാണ് കേട്ടോ ഇതിൽ. പക്ഷേ ദാറ്റ് ക്രിയേറ്റ്സ് എൻ ഇമ്പാക്ട്. നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കിപ്പിക്കും. ലൈക്ക് ഇത് കാണുന്നവരായാലും ഇതിൽ ബേസിക്കലി നിങ്ങൾക്ക് അറിയാം, ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് ഇതിൽ. അറൌണ്ട് 20 സംതിങ് ആക്ട്രസസ് ഉണ്ട്. ഇത് കാണുന്ന സ്ത്രീകൾ തന്നെ പേടിച്ചു പോകും ഗൈസ്. കുറേയൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് അവരെ ഹോണ്ട് ചെയ്യാൻ പോകുന്ന ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ ക്യാരക്ടർ ഇതിൽ. സോ ഐ എം ഷുവർ ഇത് ലൈക്ക് ആസ് ഇൻ ഒരു സ്റ്റോറി വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് അനദർ ക്രൈം ത്രില്ലർ. പക്ഷേ നമ്മൾ സിനിമയിൽ കാണാത്ത ഒരു സംഭവമാണ് ഇത്. ലൈക്ക് ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് ഇത്തിരി ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഇറ്റ് മേക്സ് യു ലൈക്ക് ഓ കൊള്ളാലോ, ഇത് എവിടം വരെ എങ്ങനെ പോയി എൻഡ് ചെയ്യും, ഇതെന്താണ് ഇതിൻ്റെ ഒരു പര്യവസാനം എന്നുള്ള സാധനം നമ്മളിങ്ങനെ ആലോചിച്ച് കൂട്ടും. ആ ഒരു സംഭവമാണ് ഇത് ഈ പടത്തിൻ്റെ മെയിൻലി ഉള്ള ഒരു ത്രെഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വരെ നമ്മളിത് ഹൗ ദിസ് ഈ ഒരു പ്ലോട്ട് എങ്ങനെ ക്രാക്ക് ആവും, അല്ലെങ്കിൽ ഇതെങ്ങനെ ഈ കാറ്റ് ആൻഡ് മൗസ് ഗെയിം എങ്ങനെ എൻഡ് ആവും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മളെ ഉള്ളിൽ കാണും. സോ ദാറ്റ് ഈസ് ദ എന്താ പറയുക, ഈ ഒരു പടത്തിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് അതാണ്. ലൈക്ക് ടു കീപ്പ് us hooked ടു ദ ഹോൾ ത്രെഡ്. അത് ഡയറക്ടർ നല്ല രീതിയിൽ ലൈക്ക് ഹി ഹാസ് ഡൺ ഹിസ് പാർട്ട് വെൽ. റൈറ്റിങ്ങിലും എനിക്ക് ഇത് റിയൽ ലൈഫ് സ്റ്റോറിയിൽ നിന്ന് ഇൻസ്പയർഡ് ആണെന്ന് തോന്നുന്നു. നോട്ട് ഷുവർ അബൌട്ട് ആ ഒരു കേസും സംഭവം എന്ന് എനിക്ക് അറിയണം. പക്ഷേ ഞാൻ അവിടെ കണ്ടായിരുന്നു ഇങ്ങനെ ഒരു റിയൽ ലൈഫ് സംഭവം. ഇതേ ഒരു സിനാരിയോയിൽ നടന്ന ഒരു സംഭവത്തിന്റെ സ്റ്റോറി ലൈൻ സംഭവമൊക്കെയാണ്. ബട്ട് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഇഫ് ഇൻ കേസ് ദാറ്റ്സ് അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ. ആൻഡ് ദ മ്യൂസിക് ഈസ് നൈസ്. മുജീബ് മജീദ് തന്നെയാണ് പുള്ളി. ഈസ് ഡൂയിങ് റിയലി ഗുഡ്. ലൈക്ക് ഹിസ് പിക്ക് ഓഫ് മൂവീസ് ആർ ഓൾസോ ഗുഡ്. ലൈക്ക് എടുക്കുന്ന എല്ലാം അത്യാവശ്യം നല്ല ഹിറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് പിന്നെ കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് മമ്മൂക്കയുടെ കോസ്റ്റ്യൂംസ് ആയാലും നടിമാരുടെയൊക്കെ കോസ്റ്റ്യൂംസ് ആയാലും ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഒക്കെ നടക്കുന്ന സമയത്തുള്ള ആ ഒരു സംഭവങ്ങൾ, ഇതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഗുഡ്, നൈസ്. അങ്ങനെ വേറെ പറഞ്ഞാനായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ആ കൂടെ പറയാൻ ഒരൊറ്റതേ ഉള്ളൂ ഗൈസ്. ഇറ്റ്സ് അബൌട്ട് ദി പെർഫോമൻസ് പാർട്ട് ഓഫ് മമ്മൂക്ക. ദാറ്റ് ഈസ് ലൈക്ക് ക്രേസി. ഹി ഈസ് ജസ്റ്റ് ഔട്ട് ഷൈനിങ് ഹിംസെൽഫ് എവറി സിംഗിൾ ടൈം. മനസ്സിലായില്ലേ? ഈ ഒരു പിക്ക് ഓഫ് മൂവീസ് ഉണ്ടല്ലോ, പുള്ളി എടുത്ത പുള്ളിയെ തന്നെ ഞെട്ടിക്കുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ എന്തായാലും ഞെട്ടി ഗൈസ്. എനിക്ക് ഞാൻ ഇന്നേ വരെ ഇങ്ങനെ മമ്മൂക്കയെ ഈ ഒരു ഷെയ്ഡിൽ കാണാൻ പറ്റുമെന്നോ, പുള്ളിയുടെ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ആൻഡ് ദിസ് ഹാസ് സർപ്രൈസ് മീ. പുള്ളി ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് ഓഫ് ക്യാരക്ടർ എടുത്തിട്ട് അതിനെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട്, ബിക്കോസ് എനിക്ക് തോന്നുന്നില്ല കേട്ടോ വേറെ ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇമ്പാക്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് വുഡ് ഹാവ് ലുക്ക്ഡ് ലൈക്ക് വെരി സ്ലീസി. പക്ഷെ പുള്ളി അത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഒരു ക്ലാസിനെസ് ഉണ്ട്, ഒരു ക്ലാസ് വില്ലൻ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് അൺമാച്ചബിൾ. മനസ്സിലായില്ലേ? പുള്ളി അത് ചെയ്തുകൊണ്ട് മാത്രം ഈ ഒരു വില്ലന്, ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവ് ക്യാരക്ടറിനുണ്ടല്ലോ, ഗോട്ട് ഇറ്റ്സ് പവർ. ആ ഒരു സാധനം എനിക്കൊന്ന് ഇറ്റ് വുഡ് ഹാവ് മേഡ് ദ ഡയറക്ടേഴ്സ് ജോബ് ഓൾസോ ഈസി. മനസ്സിലായില്ലേ? പുള്ളി അത്ര ഭയങ്കര
നാച്ചുറാലിറ്റിയിൽ ഈ സാധനം ചെയ്തിട്ടുണ്ട്. വെരി സിമ്പിൾ മാനറിസം, ഭയങ്കര സബ്റ്റിലായിട്ടുള്ള എക്സ്പ്രഷൻസ്, പിന്നെ അവിടെ ഇവിടെ ഒരു ചിരിയിലായാലും ആ ഒരു കണ്ണുകൊണ്ടുള്ള നോട്ടങ്ങളിലായാലും എല്ലാം ഉണ്ടല്ലോ, അതിൽ കൂടെയൊക്കെയാണ് അഭിനയിച്ചേക്കുന്നത്. വെരി മൈന്യൂട്ട് ലെവൽ ഓഫ് പെർഫോമിങ് എന്നുള്ള സംഭവം നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഇത് ചെറിയ ചെറിയ മൈന്യൂട്ട് എക്സ്പ്രഷൻസിൽ കൂടെയാണ് ചെയ്തേക്കുന്നത്. അധികം ഭയങ്കര നീട്ടി വലിച്ച ഡയലോഗ് ഇല്ല, ഒന്നുമില്ല ഇതിൽ. സിമ്പിൾ ആൻഡ് യുനോ ഭയങ്കര മറ്റേ സിമ്പിൾ ആണ് പവർഫുൾ എന്ന് പറയില്ലേ, അതേപോലെയാണ് ഇതിലെ മമ്മൂക്കയുടെ പെർഫോമൻസ്. വെരി സിമ്പിൾ സംഭവങ്ങൾ, പക്ഷേ ഹി ഹാസ് ക്രിയേറ്റഡ് ആൻ ഇമ്പാക്ട്. അത് കാണുന്നവർക്ക് ഒബ്വിയസ്ലി ദേ വിൽ ഫീൽ ലൈക്ക് ആ ഒരു പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞേ, ഇപ്പൊ സ്ത്രീകൾ കാണുമ്പോൾ ഡെഫിനറ്റ്ലി എൻ്റെ ദൈവം ഇങ്ങനെയുണ്ടോ ആൾക്കാരെന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനത്തെ ലെവൽ ഓഫ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഈ മൂവിക്ക് എന്തായാലും കഴിയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് വൺ ടൈം വാച്ച്. മനസ്സിലായി, റിപ്പീറ്റ് വാല്യൂ എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ ഞാൻ പറയൂല. ബട്ട് ഇറ്റ് ഹാസ് കെപ്റ്റ് മൈ, എനിക്ക് ഞാൻ വിചാരിച്ചിരുന്ന സാധനം കിട്ടിയിട്ടുണ്ട്. ആൻഡ് വിനായകൻ ഓൾസോ ഗേവ് എ സ്ട്രോങ് പെർഫോമൻസ്. അത്യാവശ്യം പുള്ളി നോർമലി എടുക്കുന്ന റോളല്ല പോലീസ് എന്ന് പറയുന്ന സാധനം, ഞാൻ പറഞ്ഞേ അത് പക്ഷെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ആ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ്, ലൈക്ക് നമുക്കത് ആ ഒരു കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ പുള്ളി അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞേ മമ്മൂക്ക ഹാസ് ഔട്ട് ഷൈൻഡ് എവരിബഡി, ലൈക്ക് ഔട്ട് പെർഫോംഡ് എവരിബഡി. അതുകൊണ്ട് അത് നമുക്ക് ഈ മൂവി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആരും ആ റേഞ്ചിലോട്ട് എത്തുന്നില്ല ഈ പടത്തിൽ, മനസ്സിലായി, ആരെയും ആ റേഞ്ചിലോട്ട് എത്തിച്ചിട്ടും ഇല്ല. അപ്പം ബേസിക്കലി ദിസ് ഈസ് വൺസ് അഗെയിൻ ഇതിൽ നടനാണോ വില്ലനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ദ സെൻട്രൽ ക്യാരക്ടർ ഈസ് മമ്മൂക്ക ആസ് ഓൾവേസ്, ആൻഡ് ദിസ് ഈസ് എ മമ്മൂക്ക ഫിലിം ഫോർ ഷുവർ. അത് വില്ലനായാലും നടനായാലും, ലൈക്ക് ഹി സെഡ് ഹീസ് ദ ആക്ടർ, ഹീസ് ആൻ ആക്ടർ. അപ്പം അങ്ങനെ ഒരു സംഭവത്തിൽ നമ്മൾ കാണുക. ആൻഡ് ഹി ഹാസ് ഡൺ ദാറ്റ് ആക്ടിങ് റിയലി വെൽ ഈ ഒരു പടത്തിൽ കൂടെ. ആൻഡ് വി ആർ ഫോർച്ചുനേറ്റ് ടു സീ സച്ച് എ ഗൈ പെർഫോം ലൈക്ക് ദിസ് ഇൻ മൂവീസ് കൺസിസ്റ്റൻ്റ്ലി. ഇത്രയും വർഷം ഞാൻ പറഞ്ഞില്ലേ, പല ടൈപ്പ് റോളുകളും പല ടൈപ്പ് എക്സ്പെരിമെൻസിൽ കൂടെ പുള്ളി നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ മോർ. പുള്ളിയുടെ ഈ മൂവി സിലക്ഷൻ ഇനി എങ്ങോട്ടൊക്കെ ഇത് കൊണ്ടുപോകും എന്നുള്ളതാണ് ഐ ആം ക്യൂരിയസ് അബൌട്ട്. ഐ എം വെയിറ്റിംഗ് ഫോർ മോർ മൂവീസ് ഫ്രം ഹിം ആൻഡ് thoroughly enjoying his performance. So good luck കളങ്കാവൽ ടീം. I have enjoyed this movie and I hope you all will enjoy it too. And നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയുക, ബിക്കോസ് ദിസ് ഈസ് പ്യുവർലി മൈ ഒപ്പീനിയൻ. എൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കാം, നിങ്ങളുടെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കാം. സോ നിങ്ങളിത് കണ്ടിട്ട് പറയുക ഗൈസ്, കൊള്ളാവോ ഇല്ല എന്നുള്ളത്. അപ്പോൾ സി യു ഗൈസ്. അടുത്ത പടം ഞാൻ ദുരന്തർ കാണാൻ പോവുകയാണ്. അപ്പം ഇനി അതിൻ്റെ റിവ്യൂ ആയിരിക്കും. ടാറ്റ, ബൈ.